ഹലോ ഗായ്സ്, പ്രോസസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറിയൊരു പമ്പാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ പമ്പിന് ഏകദേശം ഒരു 35 രൂപ വില വന്നിട്ടുള്ളൂ. അതായത് നമ്മൾക്ക് ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ ഒരു പമ്പ് ഉണ്ടാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പമ്പിൻ്റെ വർക്കിങ്ങിലേക്ക് തിരിച്ചാലോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ നമുക്ക് പമ്പ് ഉണ്ടാക്കാമെന്നുള്ള നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു 50 ml ഒരു സിറിഞ്ച് നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് പഴയ പമ്പിൽ നിന്ന് ഒഴിവാക്കി അതിൻ്റെ ട്യൂബും ഒരു ക്ലിപ്പും നമുക്ക് ആവശ്യമാണ്. എയർ അടിക്കുന്ന ഒരു ക്ലിപ്പും നമുക്ക് ആവശ്യമാണ്. ഈ 2 സാധനങ്ങളാണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത്. നമ്മുടെ പമ്പിൻ്റെ വർക്കിങ്ങിനായിട്ട് നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എയർ പമ്പിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം വെച്ച് നമ്മുടെ സിറിഞ്ചിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്ലെക്സിക്ക് പശയുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ എയർ ലീക്ക് ആവാതിരിക്കാനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് 2-3 സിറിഞ്ചിലേക്ക് 2-3 ഓട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എയർ കൃത്യമായിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് സിറിഞ്ചിലേക്ക് കൃത്യമായിട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് 2-3 ഓട്ട നമ്മുടെ സിറിഞ്ചിന്മേ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പമ്പിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഇതുമൊരു, അതായത് നമ്മുടെ പമ്പ് വർക്കിംഗ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് എയർ അടിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൈക്കിൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എയർ അടിച്ച് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പമ്പ് നമ്മുടെ വാൽ ട്യൂബിലേക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എയർ അടിക്കാൻ പോണ്. അപ്പോൾ ഇതിന് കുറച്ച് ടൈറ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിഞ്ച് നമ്മുടെ ചെറിയ സിറിഞ്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എയർ കയറാൻ കുറച്ച് പാടുണ്ട്. അല്ലെങ്കിൽ വലിയ സിറിഞ്ചാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എയർ കയറും. അപ്പോൾ ഇവിടെ ഉള്ളതിലേക്ക് ഏറ്റവും വലിയ സിറിഞ്ചാണ് ഈ 50 ml സിറിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ പമ്പിൻ്റെ വർക്കിംഗ് സെറ്റായി എയർ ആയിരിക്കുകയാണ്. ഇതേ നമ്മുടെ സൈക്കിള്, എയർ പോയിരുന്ന സൈക്കിള് ഫുള്ളായിട്ട് എയറായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പമ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ഷെയർ ബട്ടൺ കൂടി അടിച്ചു കൊടുത്താൽ നമ്മൾ വീഡിയോസൊക്കെ ഷെയറായി എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള രസകരമായ വീഡിയോകളുമായി കാണുമെന്ന പ്രതീക്ഷയിൽ പ്രോസസ് ബ്ലോഗ് സൈനിങ് ഔട്ട്.